സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. കഥയിലെ ബൈമി കാമുകന്മാരെല്ലാം എന്തിനാണ് ഒന്നിച്ചിളകിയിരിക്കുന്നത്? എന്തിനാണ് അവരെല്ലാം ഒരേ ഒരു തലയ്ക്ക് വേണ്ടി വേട്ടക്കിറങ്ങിയിരിക്കുന്നത്? മെഗാ പത്രം, മെഗാ ചാനൽ, പ്രതിപക്ഷ കക്ഷി, വിപ്ലവ ഭരണകക്ഷി എന്നിവർക്ക് പുറമെ പിന്നെയും പലരും. ഇവർക്കെല്ലാം വേണ്ടത് PC ജോർജിന്റെ തല താലത്തിലാക്കി ബൈമിക്ക് കാഴ്ചവെക്കാൻ. ബൈമിയെ എല്ലാവരും അറിയുന്നു. ഹിന്ദു മഹാസമ്മേളനത്തിലെ PC ജോർജിന്റെ പ്രസംഗം കേട്ട് ഉള്ളിൽ അഗ്നിപർവ്വതം പൊട്ടിയതാർക്കോ അവർ തന്നെ. ഇതേ ബൈമിയെ ഇസ്ലാമിക തീവ്രപക്ഷത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കോടഞ്ചേരിയിലെ ക്രൈസ്തവനായ CPM നേതാവിനെ തള്ളിപ്പറഞ്ഞ പാർട്ടി നേതൃത്വമുണ്ടോ PC ജോർജിന് വെറുതെ വിടുന്നു? ബൈമി പ്രീണനത്തിനായി ഇക്കാലം അത്രയും ശബ്ദിച്ച പ്രതിപക്ഷ നേതാവോ അദ്ദേഹത്തിന്റെ പാർട്ടിയോ ജോർജ് പറഞ്ഞ സത്യങ്ങൾ അംഗീകരിക്കുമോ? തക്കം നോക്കി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ വായ് വാടകയ്ക്കെടുത്ത് മുസ്ലിം ഇരവാദം തള്ളിയിറക്കുന്ന മെഗാ പത്രത്തിന്റെ തത്രപ്പാടും എന്തിന്? എന്തുകൊണ്ടാണ് സർവരും PC ജോർജിനെതിരെ തിരിഞ്ഞത്? PC ജോർജ് പറഞ്ഞതെല്ലാം അതേപടി എല്ലാവരും അംഗീകരിക്കുമെന്ന പേടിയാണോ അവർക്ക്? തീർച്ചയായും അല്ല. കാരണം ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന നിർദ്ദേശത്തോടെങ്കിലും എല്ലാവരും യോജിക്കാൻ പോകുന്നില്ല എന്ന് അവർക്കറിയാം. വാക്കുകളിലെ വിദ്വേഷമെന്ന തിന്മയെക്കുറിച്ചാണോ അവരുടെ യഥാർത്ഥ ആശങ്ക? അതുമല്ല. ആയിരുന്നെങ്കിൽ വിദ്വേഷത്തിന്റെ ആദ്യ വിത്തുകൾ, നഞ്ചു നിറഞ്ഞ വിത്തുകൾ വാരിയെറിഞ്ഞ് ക്രൈസ്തവരെ പ്രതിരോധത്തിലേക്ക് തള്ളിവിട്ട തീവ്ര ഇസ്ലാമികവാദികളെ അവർ ആദ്യം തുറന്നു കാട്ടുമായിരുന്നു. എങ്കിൽ പിന്നെ എന്തിനാണ് അവരുടെ വെപ്രാളം, കൃത്യമായ ദിശയിലുള്ള അമിതാവേശം? പ്രസംഗം കേട്ടത് മുതൽ PC അകത്താക്കിക്കാൻ തിടുക്കം. കോടതി ജാമ്യം അനുവദിച്ചതോടെ ആ മോഹം പൊലിഞ്ഞെന്ന പരാജയബോധം. കോടതിയെ പരസ്യമായി കുറ്റപ്പെടുത്താൻ കഴിയാത്ത സ്ഥിതിക്ക് PC പൂട്ടാൻ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചെന്ന ആരോപണം, അത് ജാമ്യം കിട്ടുന്നതിന് മുൻപേ ആലോചിച്ചു വെച്ച ആരോപണമെന്ന് വിമർശകരുടെ തിടുക്കത്തിൽ നിന്ന് ഊഹിക്കേണ്ടി വരും. വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന കുറ്റപ്രഖ്യാപനത്തോടെയാണ് മെഗാ ചാനലിലെ അവതാരക കോടതിക്ക് പുറത്തെ കോടതിയായി പ്രത്യക്ഷപ്പെട്ടത്. അവർക്ക് ഗൗണും വിഗും ഗാവലും ഇല്ലായിരുന്നു എന്ന് മാത്രം. അവർ മാത്രമല്ല, ചില CPM നേതാക്കളും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരും മരുന്നു മാറി ഹൈപ്പോഡെർമിക് ഇഞ്ചക്ഷൻ കിട്ടിയ കഥാപാത്രത്തെ പോലെ ഉറയുന്ന കാഴ്ച പൊതുവിൽ കണ്ടു. മുസ്ലിം പ്രീണനത്തിന് വീണ് കിട്ടിയ പുതിയ അവസരം മുഴുശക്തിയോടും മുഴു മനസ്സോടും കൂടെ പരസ്പരം മത്സരിച്ചുപയോഗിക്കുന്നതിൻ്റെ ദൃശ്യമാകാം ഇത്. ഒരു വേള PC ജോർജിനെ ക്രൈസ്തവ പ്രതിഷേധത്തിന്റെ പ്രതീകമായി മുദ്ര കുത്തിയാൽ ജോർജ് വിരോധികളായ സാമുദായിക വോട്ട് ബാങ്കുകളെ തങ്ങൾക്കൊപ്പം ഉറപ്പിച്ചു നിർത്താമെന്ന ചിലരുടെ ഗൂഢതന്ത്രത്തിന്റെ പ്രകടനമെന്ന് വരാം. അതുമല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികളും തീവ്ര ഇസ്ലാമികവാദികളും ഉയർത്തുന്ന ഭീഷണികളെയും പ്രണയ മയക്കുമരുന്ന് കെണികളെയും അമുസ്ലിങ്ങൾക്ക് വിളമ്പുന്ന ഹലാൽ ഭക്ഷണത്തെയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ തങ്ങൾക്ക് രാഷ്ട്രീയ ദോഷം കൊണ്ടുവരുമെന്ന ഭയത്തിന്റെ പ്രതികരണമാകാം. ഇതുവരെ തങ്ങൾ അവഗണിച്ചവരുടെ ധണ്ണം രാഷ്ട്രീയ മരുവാസത്തിലായെന്ന് കരുതിയ അപ്രിയ നേതാവ് ഏറ്റെടുത്തു പറഞ്ഞാൽ ആരാണ് ഭയപ്പെടാതിരിക്കുക? ഇതെല്ലാം പറഞ്ഞാലും ഒരു ചോദ്യം അവശേഷിക്കുന്നു. മുസ്ലിം പ്രീണനം എന്തുകൊണ്ട് ആവശ്യമാകുന്നു? അവർ കനത്ത വോട്ട് ബാങ്ക് ആയതുകൊണ്ടെന്ന് പ്രത്യക്ഷത്തിലുള്ള ഉത്തരം. എന്നാൽ പരോക്ഷമായ യഥാർത്ഥമായ ഉത്തരം ഇസ്ലാമിക നേതൃത്വം ജോർജിന്റെ വാക്കുകളാൽ വല്ലാതെ അസ്വസ്ഥരാകുന്നു എന്നതാണ്. അതുകൊണ്ടാണ് പ്രീണനത്തിന്റെ സ്വാന്തനം ആവശ്യമാകുന്നത്. തീവ്ര മതവാദവുമായി ബന്ധമുള്ള പ്രണയക്കെണിയെയും മയക്കുമരുന്ന് കെണിയെയും കുറിച്ച് പലരും പറഞ്ഞപ്പോൾ അവഗണിച്ച ഇസ്ലാമികവാദികൾ പാലാ ബിഷപ്പ് മാർ കല്ലറങ്ങാട്ട് ഇതേക്കുറിച്ച് ആദ്യം പറഞ്ഞപ്പോൾ തന്നെ തീവ്രമായാണ് പ്രതികരിച്ചു തുടങ്ങിയത്. പക്ഷേ ഭയപ്പെടുത്തി നിശബ്ദരാക്കുന്ന അവരുടെ പതിവ് തന്ത്രം ക്രൈസ്തവരുടെ ഉറച്ച ബോധ്യത്തിന് മുന്നിൽ, വിശ്വാസത്തിന്റെ ഊറ്റത്തിന് മുമ്പിൽ വിജയിക്കാതെ പോയി. അതിലുപരി ബിഷപ്പിന്റെ പ്രസ്താവന സ്വകാര്യ ഇടത്തിൽ ഒതുങ്ങുന്നതെന്ന ആശ്വാസവും അവർ കണ്ടു. എന്നാൽ
PC ജോർജ് അതേ കാര്യം തുറന്നു പറയുമ്പോൾ അത് തങ്ങൾക്ക് വായ് പൊത്തിപ്പിടിക്കാനാവാത്തത്ര വിശാലമായ പൊതു ഇടത്തേക്ക് വ്യാപിക്കുന്നു എന്ന തിരിച്ചറിവ് മുസ്ലിം സമൂഹത്തിലെ പലരെയും വളരെയേറെ അസ്വസ്ഥമാക്കുന്നു. അതുകൊണ്ട് തീർന്നില്ല. ഹലാൽ എന്ന മതാധിഷ്ഠിത വാണിജ്യ തന്ത്രവും ഇതര മതസ്ഥർക്ക് അത് എത്രമാത്രം അസ്വീകാര്യമെന്നതും PC ജോർജ് പൊതുമണ്ഡലത്തിൽ തുറന്നു കാട്ടുന്നു. അവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. PC ജോർജ് പിന്നെയും പറയുന്നു, ഇസ്ലാമികവാദികളിൽ ചിലർ വിദേശ പണം കൈപ്പറ്റി രാജ്യത്തിനെതിരെ പണി നടത്തുന്നു എന്ന്. അവർ ഇന്നാട്ടിലെ ഒരു മെഗാ പത്രത്തെ നിയന്ത്രണത്തിലാക്കി കഴിഞ്ഞെന്ന്. അതുവഴി ആ മാധ്യമം ബഹിഷ്കരിക്കപ്പെടേണ്ട വിധം അപകടകരമായി മാറിക്കഴിഞ്ഞെന്ന്. PC ജോർജിൻ്റെത് വിദ്വേഷ പ്രസംഗമെന്ന് വിധിച്ച പത്ര ചാനൽ ഗണത്തിൽ ഒന്നാണ് ഈ മെഗാ മാധ്യമം എന്നത് യാദൃശ്ചികമാണോ? ജോർജ് അവസാനിപ്പിക്കുന്നില്ല. ജനസംഖ്യയിലെ സമവാക്യം ഇതര മതസ്ഥർക്ക് ആശങ്കയുളവാക്കുന്ന വിധം മാറിപ്പോകുന്നതും ജോർജ് ചൂണ്ടിക്കാട്ടുന്നു, ഓർമ്മിപ്പിക്കുന്നു. ഇരവാദം പറഞ്ഞും ഭീകരതയുടെ ഭീഷണിക്കണ്ണുരുട്ടിയും ക്ഷുദ്രതന്ത്രം പ്രയോഗിച്ചും സമൂഹത്തെ വഴിവെക്കാൻ തീവ്ര മതപക്ഷക്കാർ നടത്തുന്ന ശ്രമങ്ങളാണ് വീണ്ടും തുറന്നു കാണിക്കപ്പെട്ടത്. ഇതിനൊന്നും തെളിവില്ലെന്ന് വിമർശകർക്ക് വാദിക്കാം. അത് പറഞ്ഞ് PC ജോർജിന്റെ വാക്കുകളെ തള്ളാം. പക്ഷേ ജോർജ് പറഞ്ഞതിൽ സത്യം എത്ര മാറ്റുണ്ടെന്ന് നിശ്ചയമുള്ളത് കൊണ്ട് തന്നെ ആവണമല്ലോ തെളിവിനെ ചൊല്ലിയുള്ള തർക്കത്തിലും നിഷേധത്തിലും സുരക്ഷിതത്വം കണ്ടെത്താൻ ആ ചിലർക്ക് കഴിയാതെ പോകുന്നത്. അവർ മറ്റു വഴി തേടുന്നത്. അവർക്ക് വിരളയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ തങ്ങളുടെ നിഗൂഢ വ്യാപാരങ്ങൾ നിയമത്തിന് മുമ്പിലെത്താൻ ഈ വെളിപ്പെടുത്തലുകൾ ഇടയാക്കുമോ എന്ന്. ഒരു ദിനം കൊണ്ട് തങ്ങൾ കെട്ടിപ്പൊക്കിയ ഗോപുരം തകരുമെന്നല്ല, പക്ഷേ അതിൻ്റെ കട്ടകളിൽ ചിലതിനെങ്കിലും ഇളക്കമോ ചിനക്കമോ ഉണ്ടായി തുടങ്ങുന്നത് പോലും അവരെ ഭയപ്പെടുത്തുന്നു. അവർ ഗോപുരവാതിൽ പിന്നിട്ട് അങ്കണവും കടന്ന് ദൂരെ ബാഹ്യ കവാടത്തിലെത്തി വിരളിപ്പെടുന്നു. പിന്താങ്ങി നേതാക്കളുടെ സംരക്ഷണം നേടി രക്ഷാവിധി മുന്നേ ഉറപ്പിക്കാൻ അവർ തേടുന്ന രക്ഷാവിധി ഉറപ്പിച്ചു കൊടുക്കാനുള്ള ആക്രോശമാണ് രാഷ്ട്രീയ നേതാക്കളുടെ നിലയ്ക്കാത്ത വിമർശനത്തിൽ കണ്ടത്. അതിൽ നിന്ന് ഈ നേതാക്കൾ വിരമിക്കില്ല. കാരണം അവർ സംരക്ഷിക്കുന്ന വിഭാഗം അവർക്ക് അത്രമാത്രം പ്രിയങ്കരരാണ്. അവർക്ക് വേണ്ടി മറ്റാരെയും തള്ളിപ്പറയാൻ മാത്രം പ്രിയങ്കരർ. അവരിൽ നിന്ന് ഇക്കൂട്ടർ കൈപ്പറ്റുന്നത് പ്രീതിയും വോട്ടു മാത്രമെന്ന് കരുതാനുള്ള ഭോഷത്വം എല്ലാ ജനങ്ങൾക്കും ഇല്ലല്ലോ, ഉണ്ടായിക്കൂടല്ലോ. ആവർത്തിക്കട്ടെ, PC ജോർജിന്റെ രാഷ്ട്രീയമോ രാഷ്ട്രീയ ലക്ഷ്യമോ അല്ല ഇവിടെ പ്രസക്തം. ജോർജ് പൊതു ഇടത്തിൽ രാഷ്ട്രീയ നേതാവിന്റെ അവകാശത്തോടും ധൈര്യത്തോടും കൂടി പറയുന്ന വസ്തുതകൾ തീവ്ര ഇസ്ലാമികവാദികളെയും അവരുടെ തണലിൽ കൊഴുക്കുന്ന ക്ഷുദ്ര വ്യാപാരക്കാരെയും വല്ലാതെ വിരളി കൊള്ളിക്കുന്നു എന്നതാണ്. PC ജോർജ് ഇതിനു മുമ്പ് പറഞ്ഞ മറ്റു നിരവധി ആസിഡ് പ്രസ്താവങ്ങൾ സൃഷ്ടിക്കാത്തത്ര സംഘാതമായ പ്രതിരോധവും വിരളയുമാണ് ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് പറയുമ്പോൾ മാത്രം കാണപ്പെടുന്നത്. ആ വിരളി തന്നെയാണ് ചിലരുടെ കുഴപ്പങ്ങൾക്കും ഗൂഢ മതലക്ഷ്യങ്ങൾക്കുമുള്ള തെളിവും കുറ്റസമ്മതവും. രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നതിനെ കുറിച്ചുള്ള ചിലരുടെ ആശങ്കയ്ക്ക് പ്രസക്തിയുണ്ടോ? ന്യായീകരണമുണ്ടോ? ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും ജനസംഖ്യാ നിരക്ക് കുറയുകയും മുസ്ലിങ്ങളുടെ ജനസംഖ്യാ നിരക്ക് കൂടുകയും ചെയ്യുന്നതാണ് വിഷയം. PC ജോർജ് അത് ഒരിക്കൽ കൂടി എടുത്തു പറഞ്ഞപ്പോൾ വിവാദമായി. ജനസംഖ്യാ നിയന്ത്രണം സർക്കാർ നയമാക്കിയ നാളുകളിൽ ആ പ്രവണതയോട് സ്വമേധയ ചേർന്ന് നിന്നവർക്ക് ജനസംഖ്യ നഷ്ടം സംഭവിച്ചു എന്നതാണ് സ്ഥിതിവിവരം. സർക്കാർ നയത്തോട് സഹകരിക്കാതിരുന്നവരുടെ എണ്ണം ഉയർന്നു. സ്വന്തം നിലനിൽപ്പ് ചിന്തിക്കാതെ ക്രൈസ്തവർ എണ്ണത്തിൽ ചുരുങ്ങിയെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ക്രൈസ്തവർക്ക് തന്നെ, സംശയമില്ല. പക്ഷേ ഇത്തരം കുഴപ്പം ഒഴിവാക്കാൻ സ്വയം തിരുത്തണമെന്നേ സമുദായ നേതാക്കളും PC ജോർജും പറഞ്ഞതുള്ളൂ. ഇങ്ങനെ PC ജോർജ് വാ തുറന്ന് പറഞ്ഞു പോകുമ്പോൾ അവ പൊതു ഇടത്തെ പ്രസ്താവനയായി മാറുമ്പോൾ തങ്ങളുടെ മതവും സമുദായവും വോട്ട് ബാങ്കാണെന്ന ഫലത്തിൽ പലതും അന്യായമായി അനുഭവിച്ചും നേടിയും പോരുന്നവർക്ക് കടുത്ത അസ്വസ്ഥതയും അരക്ഷിതത്വവും തോന്നുമല്ലോ. അവരുടെ നോവാണ് രാഷ്ട്രീയ മുന്നണികൾ ഏറ്റെടുത്തിരിക്കുന്നത്.
അവർക്ക് നോവുമ്പോൾ നേതാക്കൾക്ക് നോവുന്നു. ജനസംഖ്യ സമവാക്യം തെറ്റിച്ച് മുസ്ലിം ജനന നിരക്ക് ഉയരുന്നതിൽ ആർക്കെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ അതിനു കാരണം തീവ്ര ഇസ്ലാമികവാദികളാണ്. രാജ്യത്തെ ഇസ്ലാം ഭരണത്തിലാക്കുമെന്ന് പ്രഖ്യാപിച്ചവർ. ഏത് ഇസ്ലാമികവാദിയുടെയും ഉള്ളിരിപ്പ് ഇസ്ലാമിന്റെ രാഷ്ട്രീയ വാഴ്ച ആണെന്നത് മറ്റുള്ളവരുടെ ആരോപണമല്ല. തീവ്ര മതവാദികളെ മതാന്ധതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഏറെ അധ്വാനിക്കുന്ന ജാമിദ ടീച്ചർ എന്ന മതമുക്തയായ അധ്യാപികയുടെ സമൂഹ മാധ്യമ അവതരണങ്ങളിൽ നിന്ന് അത് പലവട്ടം കേട്ടു കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ സമ്പൂർണ്ണ വിശ്വാസ നിരാസ ചിന്തയോട് ക്രൈസ്തവർക്ക് വിയോജിക്കാം. എന്നാൽ മതം ത്യജിക്കുന്ന മുസ്ലിമിനെ ഭരണാധികാരി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന മതശാസന ഉസ്താദിന്റെ വാക്കുകളിലൂടെ അവർ മനസ്സിലാക്കി തരുമ്പോൾ ഒരു കാര്യം വ്യക്തം: രാജ്യത്തിൻ്റെത് ഇസ്ലാമിക ഭരണവും ഭരണാധികാരി ഇസ്ലാം വിശ്വാസിയും ആയിരിക്കണമെന്ന സങ്കല്പമാണ് ആ ശാസനയിൽ അടങ്ങിയിരിക്കുന്നത്. നാടിന്റെ രാഷ്ട്രീയാധിപത്യം ഇസ്ലാമിനായിരിക്കണമെന്ന അന്തിമ ലക്ഷ്യം അത് ആ മതസമൂഹത്തിന്റെ പിറവി മുതൽ മതശാസന രൂപപ്പെട്ട നാൾ മുതൽ രൂഢമൂലമാണെന്നതിലും സംശയമില്ല. ഇതാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം. മുസ്ലിം ജനസംഖ്യ വ്യത്യാസപ്പെടുന്നതിൽ ഇതര സമൂഹങ്ങൾ ആശങ്കപ്പെടുന്നത് ഇക്കാരണത്താൽ മാത്രമാണ്. സമുദായ വിദ്വേഷത്താൽ അല്ല. ജനസംഖ്യ വർധന ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനത്തിന് വഴിയായി കാണുന്ന തീവ്ര ഇസ്ലാമികവാദികളെയും ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചവരെയും കേട്ട ഇതര ജനങ്ങൾക്ക് എങ്ങനെയാണ് ജനസംഖ്യാ മാറ്റം അവഗണിക്കാൻ കഴിയുക? ഇന്ത്യയിലെ ഇസ്ലാമിക രാഷ്ട്രത്തെക്കുറിച്ച് പറയാൻ മലയാളികൾ വരെയുണ്ട് എന്നത് നിസ്സാര കാര്യമല്ല. ബഹുമത സമൂഹത്തിൽ ഏത് മതരാഷ്ട്രവാദവും ആശങ്കാജനകമാണ്. ഹിന്ദു രാഷ്ട്രവാദമായാലും. അതേസമയം ഹൈന്ദവ ഭൂരിപക്ഷം ഇന്ത്യയിൽ നൂറ്റാണ്ടുകളായുള്ള യാഥാർത്ഥ്യമാണ്. അതിനെ പ്രത്യേകിച്ച് ആരും ഭയക്കേണ്ടതില്ല. തങ്ങളുടേതായ ഭൂരിപക്ഷവും മതരാഷ്ട്രമോഹവും തീവ്ര ലക്ഷ്യമായി ഉള്ളിൽ ഒളിപ്പിച്ചിട്ടില്ലാത്ത ആരും. ഇന്ത്യൻ സംസ്കാരത്തിന് വിരുദ്ധമായ ആധിപത്യ സ്വഭാവമുള്ള മതഭൂരിപക്ഷമോ മതരാഷ്ട്രമോ ഗൂഢമായി നിർമ്മിക്കുക എന്നത് ആരുടെയെങ്കിലും വ്യാമോഹമായാൽ കൂടി ഇന്ത്യൻ ജനതയിലെ ഭൂരിപക്ഷത്തിനും അത് ആശങ്കാജനകമാണ്. കേരളത്തെ അത്തരമൊന്നിന്റെ ആദ്യത്തെ കഷണമാക്കാൻ ചിലർ ശ്രമിക്കുന്നെങ്കിൽ രാഷ്ട്രീയ വാണിജ്യ ലാക്കുകാരായ നേതാക്കളും മാധ്യമങ്ങളും അവർക്ക് കൂട്ടുനിൽക്കുന്നെങ്കിൽ, ഛേദം വന്നവരുടെ ആവലാദികൾ അവഗണിക്കപ്പെടുന്നെങ്കിൽ ജോർജുമാർ തന്നെ ഉണ്ടാകാതെ വയ്യ. ഇസ്ലാം ഭൂരിപക്ഷ മതമായാൽ ഇസ്ലാമിക രാഷ്ട്രമാക്കുമെന്നത് ദുരാരോപണമെന്ന പക്ഷമുണ്ട്. ഇന്തോനേഷ്യ മുതൽ ബോസ്നിയ ഹെർസോഗോവിന വരെയും അത് കഴിഞ്ഞുമുള്ള ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ശരി തന്നെ. എന്നാൽ 180 കോടി വരുമെന്ന് അവകാശപ്പെടുന്ന ആഗോള ഇസ്ലാമിക ജനസംഖ്യയിൽ 45 കോടിയോളമേ ഉള്ളൂ ഈ രാജ്യങ്ങളിലെല്ലാം ചേർന്നാലുള്ള മുസ്ലിം ജനസംഖ്യ. അതിൽ തന്നെ തുർക്കി പോലുള്ള രാജ്യങ്ങളിലെ ജനാധിപത്യവും മതനിരപേക്ഷതയും എത്തരമാണെന്ന് ലോകം അറിയുന്നുണ്ട്. ഇന്തോനേഷ്യയിൽ പോലും മതനിന്ദാ നിയമം ജനാധിപത്യത്തെ പരിമിതപ്പെടുത്തുന്നെങ്കിൽ ബാക്കിയിടങ്ങളിലെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഏതെങ്കിലും മതസമൂഹം അതിൻ്റെ വിശ്വാസ സംഹിതയാൽ തന്നെ ഇതര സമൂഹങ്ങളെ ഉൾക്കൊള്ളാൻ പര്യാപ്തമല്ലെന്ന് വന്നാൽ അത് ഭീതിക്ക് ഉറവിടമാകുമെന്നതിൽ സംശയം വേണ്ട. ആ ഭയമാണ് ഇവിടെയും ബാധകമാകുന്നത്. എന്താണ് സ്വർഗം? മരണശേഷം സ്വർഗവും നരകവും ഉണ്ടോ? കാലം എത്ര കഴിഞ്ഞാലും ഈ ചോദ്യത്തിന് വിരാമമില്ല. സമൂഹ മാധ്യമങ്ങളിൽ പോലും ഈ ചോദ്യം ഇപ്പോഴും പുതിയ ഇടങ്ങൾ പിടിക്കുന്നു എന്നതിനാൽ അതിൻ്റെ പ്രസക്തി വ്യക്തം. ശ്രദ്ധേയമായ കാര്യം ഇതേ ചോദ്യം വിശ്വാസികളും ചോദിക്കുന്നു എന്നതാണ്. ക്രൈസ്തവ വിശ്വാസികൾ പോലും സ്വർഗമുണ്ടോ എന്നതിനേക്കാൾ എന്താണ് സ്വർഗം എന്നതാണ് അവരിലേറെ പേരുടെയും സംശയം. വിവിധ മതങ്ങളുടെയും വ്യക്തികളുടെയുമെല്ലാം സ്വർഗസങ്കല്പം വ്യത്യസ്തമാണ് എന്നിരിക്കലും പൊതുവായ ഒരു ധാരണയുണ്ട്. ഈ ലോകത്തിൽ നന്മ ചെയ്ത് ജീവിക്കുന്നവർക്ക് പ്രതിഫലമായി ദൈവം നൽകുന്ന സൗഭാഗ്യം നിറഞ്ഞ മറ്റൊരു ജീവിതം. ആ ജീവിതം എന്ത് എന്ന കാര്യത്തിലാണ്
ധാരണാഭേദങ്ങൾ മുഴുവൻ. ഭൂലോകത്തിൽ നിന്ന് വ്യത്യസ്തമായി അല്ലലും അലച്ചിലും ദുഃഖങ്ങളും കഷ്ടതകളും ഒന്നുമില്ലാത്ത സന്തോഷം മാത്രമുള്ള മറ്റൊരു ലോകം. എങ്ങനെയൊക്കെ ചിന്തിച്ചാലും ഒടുവിൽ മനസ്സ് എത്തിച്ചേരുന്നത് ഇന്നും മനുഷ്യർ കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ദ്രിയാധിഷ്ഠിതമായ സുഖസന്തോഷങ്ങൾ പോലെ നിലയ്ക്കാത്ത സന്തോഷങ്ങളുള്ള ഏതോ ഇടമെന്ന ആശയത്തിലാണ്. എന്നാൽ ക്രൈസ്തവർ സ്വർഗം എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതുവരെ പറഞ്ഞത് ഒന്നുമല്ല. സ്വർഗത്തിൽ പോയവരാരും തിരിച്ചു വന്ന് അത് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ഒരേ ഒരാളുണ്ട്, യേശുനാഥൻ. അവിടുന്നാണ് സ്വർഗം എന്തെന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നത്. അഥവാ അവിടുന്ന് പറഞ്ഞു തന്നതാണ് യഥാർത്ഥ സ്വർഗം. അത് കുറേയേറെ സൃഷ്ട നന്മകളുടെ കുമ്പാരമോ പ്രത്യേകമായ ഇടമോ അല്ല. ഭൗതിക ജീവിതത്തിൽ അനുഗ്രഹമാകുന്ന സിദ്ധികളോ വരങ്ങളോ അല്ല. പിന്നെയോ യഥാർത്ഥ ദൈവത്തെ തന്നെ സ്വന്തമാക്കുക എന്നതാണ്. അവിടുന്നും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നമ്മൾ അവിടുത്തോടും അവിടുന്ന് വഴി പിതാവിനോടും ഒന്നായിരിക്കുക എന്ന സവിശേഷമായ അവസ്ഥ. സത്യത്തിൽ യേശുനാഥനെ നേടുക, അവിടുന്നാണ് സ്വർഗത്തിലേക്കുള്ള വഴി. അവിടുന്ന് തന്നെയാണ് സ്വർഗം. ദൈവത്തെ എങ്ങനെ മനുഷ്യൻ സ്വന്തമാക്കും? ദൈവത്തിന്റെ അനന്ത മഹിമയെ നേരിട്ട് സ്വീകരിക്കാൻ മനുഷ്യന്റെ നിസ്സാരതയ്ക്കും അയോഗ്യതയ്ക്കും കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് സാക്ഷാൽ ദൈവം മനുഷ്യത്വത്തെ തന്നോട് ചേർത്ത് പിടിച്ച് മനുഷ്യപുത്രനായി യേശു ക്രിസ്തുവായി വന്നത്. സ്നേഹാധിക്യത്തിൽ ദൈവം യേശു ക്രിസ്തുവിലൂടെ സ്വയം മനുഷ്യർക്ക് നൽകി. ആ യേശുവിനോട് മനുഷ്യൻ വിശുദ്ധിയാലും സമർപ്പണത്താലും സ്നേഹത്താലും ഒന്നാകുമ്പോഴാണ് സ്വർഗസ്ഥനായ ദൈവം മനുഷ്യനെ പ്രാപ്തനാകുക എന്ന് യേശു തന്നെ പഠിപ്പിച്ചു. അത് സംഭവിച്ചാൽ ദൈവപിതാവ് യേശുവിൽ പ്രകാശിച്ചതുപോലെയും മഹത്വപ്പെട്ടതുപോലെയും മനുഷ്യ വ്യക്തിയിലും പ്രകാശിക്കും, മഹത്വപ്പെടും. അങ്ങനെ സംഭവിക്കുന്ന അവസ്ഥയാണ് സ്വർഗം. മറിച്ച് ദൈവത്തിൽ നിന്ന് മാറി നിന്ന് ദൈവം തരുന്ന കുറേ നന്മകൾ ഭൗതിക ലോകത്തെ തന്നെ പോലെ ആസ്വദിക്കുന്ന സ്ഥലമല്ല സ്വർഗം. വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തി കുറെ സുഖസന്തോഷങ്ങൾ അനുഭവിക്കുന്നത് പോലെയല്ലാതെ ജഡികതയും ശാരീരികതയും ഇല്ലാത്ത ദൈവപിതാവ് യേശുവിലൂടെ പറഞ്ഞു തന്ന ഈ സ്വർഗാവസ്ഥ മനസ്സിലാകാത്തത് കൊണ്ടാണ് ചിലർ സ്വർഗം എന്നത് സുഖഭക്ഷണവും മധുരപാനീയങ്ങളും സുന്ദരീ സമാഗമവും കാഴ്ചവിശേഷങ്ങളും ഒക്കെയുള്ള എന്തോ ഒന്നാണെന്ന് ധരിച്ചു പോകുന്നത്. മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടി മാത്രമാണെന്നും ദൈവമോ ദൈവത്തിന്റെ അംശമോ അല്ലെന്നും ധരിക്കാത്തത് കൊണ്ടാകാം മോക്ഷം എന്നത് ദൈവത്തിലേക്ക് മനുഷ്യന്റെ ആത്മാവ് ലയിച്ച് ഇല്ലാതെയാകുന്ന അവസ്ഥയെന്ന് ഇനി ചിലർ കരുതുന്നത്. യേശു പറഞ്ഞ സ്വർഗത്തിലേക്കുള്ള വഴി യേശു തന്നെയാണ്. അവിടത്തേക്ക് സ്വയം പൂർണ്ണമായി വിട്ടുകൊടുത്ത് അവിടുത്തെ യോഗാത്മക ശരീരത്തിന്റെ സവിശേഷ അംഗങ്ങളായി ദൈവം പേര് ചൊല്ലി വിളിച്ച വ്യക്തിത്വത്തോടെ നിലകൊണ്ട് സമ്പൂർണ്ണ ദൈവിക പ്രകാശനത്തിന്റെ മുകുളങ്ങളാകുക. അതാണ് ക്രൈസ്തവർക്ക് തേടാനുള്ള സ്വർഗം. താൻ ധിക്കരിച്ച ദൈവത്തിലേക്ക് മനുഷ്യർ എത്തുന്നത് തടയാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തിയുടെ തന്ത്രമാകാം കേവലം ജഡിക മോഹങ്ങൾ വളർത്തുന്ന ധാരണകളിലും വിശ്വാസങ്ങളിലും മനുഷ്യനെ കുടുക്കുക എന്നത്. യേശുവിന്റെ വചനങ്ങളെ വളച്ചൊടിക്കുന്നതും തെറ്റിദ്ധരിപ്പിക്കുന്നതും ദുഷ്ടശക്തിയുടെ പ്രവൃത്തി തന്നെയാണ്. എൻ്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല എന്ന യേശുവചനം സ്വർഗത്തിലെ മധ്യപ്പുഴയെക്കുറിച്ചുള്ള സൂചനയെന്ന് തെറ്റിദ്ധരിപ്പിക്കാനും മനുഷ്യബുദ്ധിയെ വഞ്ചിക്കാനും ദുഷ്ടശക്തിക്ക് കഴിയും. മണവാളന്റെയും 10 കന്യകമാരുടെയും ഉപമ പറഞ്ഞ യേശു വചനത്തെ സ്വർഗത്തിലെ സുന്ദരി സമാഗമമായി തെറ്റിദ്ധരിപ്പിച്ച് പുരുഷബുദ്ധിയെ കുടുക്കിലാക്കാനും ദൈവദൂതന്റെ വേഷം കെട്ടുന്ന അസ്മോ ദേവീസിനോ കിങ്കരന്മാർക്കോ പ്രയാസമില്ല. ബലവാന്മാരാണ് സ്വർഗരാജ്യം അവകാശപ്പെടുത്തുക എന്ന തിരുവചനത്തെ അവിശ്വാസികളുടെ മേൽ സ്ഥാപിക്കേണ്ടെന്ന മതാധിപത്യ സങ്കല്പമാക്കാനും വഞ്ചകാരൂപിക്ക് കഴിയും. സ്വർഗത്തെക്കുറിച്ചുള്ള തെറ്റായ സങ്കല്പം പോലും മനുഷ്യർക്ക് യേശുവിലൂടെയുള്ള ദൈവപ്രാപ്തിക്ക്, യഥാർത്ഥ സ്വർഗപ്രാപ്തിക്ക് തടസ്സമാകാം എന്നതാണ് പ്രധാന കാര്യം.
യേശുനാഥൻ വെളിപ്പെടുത്തിയ സ്വർഗം മരണശേഷം പൊടുന്നനെ ആലിപ്പഴം പോലെ പതിക്കുന്ന ഒന്നല്ലെന്ന് സ്വയം വ്യക്തമാണല്ലോ. ജീവിതത്തിൽ യേശുവിനോട് ഐക്യപ്പെടുന്നത് മുതൽ ആ ഐക്യപ്പെടലിന്റെ തോതിൽ മുൻകൂർ ആസ്വദിച്ചു തുടങ്ങുന്ന പരമ നന്മയാണത്. ജീവിതത്തിൽ തന്നെ അത് രുചിച്ചു തുടങ്ങാത്തവർക്ക് യേശുവുമായുള്ള ഐക്യപ്പെടലിന്റെ ആനന്ദം അനുഭവിച്ചു തുടങ്ങാത്തവർക്ക് അത് എങ്ങു നിന്ന് വന്നു ചേരാനില്ല. തിരുസഭയിലെ നിരവധി പിതാക്കളും ധ്യാന ആചാര്യന്മാരും പഠിപ്പിക്കുന്ന ഈ സത്യം സംശയാലുക്കളും സ്വർഗത്തെക്കുറിച്ചുള്ള വികല ധാരണകളാൽ പാതകങ്ങൾക്ക് മുതിരുന്ന സഹോദരങ്ങളും ഗ്രഹിച്ചിരുന്നെങ്കിൽ കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.